ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വാർദ്ധക്യം എങ്ങനെ പ്രസാദാത്മകമാക്കാം എന്ന ഒരു ഓർമ്മപ്പെടുത്തലുകൂടി ഈ ക്രിസ്മസ് കാലം നമുക്ക് നൽകുന്നുണ്ട്. ശിമയോൻ്റെയും അന്നയുടെയും ക്രിസ്താനുഭവത്തിലൂടെ. ശിമയോനെക്കുറിച്ച് പറയുന്നത് അയാൾ ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ്. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിച്ചിരുന്ന ഒരാൾ. ദൈവകുമാരനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്ന ഒരാൾ. ആത്മീയതയിൽ ഇങ്ങനെ ജീവിച്ച് ആത്മീയാന്വേഷണം നടത്തി ജീവിച്ചിരുന്ന ഒരു വൃദ്ധൻ. അന്നയെക്കുറിച്ച് പറയുന്നത് 7 വർഷം മാത്രം ഭർത്താവിനോടൊത്ത് ജീവിച്ച് പിന്നീട് 84 വയസ്സ് വരെ വൈധവ്യത്തിൽ ജീവിച്ചിരുന്നവൾ. അവളുടെ ജീവിതത്തിൽ കഠിനതരമായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ഒരിക്കലും ദൈവത്തെ അവൾ പഴിച്ചില്ല. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അനുഭവങ്ങളെ പ്രസാദാത്മകമാക്കുവാനായിട്ട് അവൾ ശ്രമിച്ചപ്പോൾ അവൾക്കും ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഭാഗ്യമുണ്ടായി. ഇവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എപ്രകാരമാണ് വാർദ്ധക്യത്തെ ചിലവഴിക്കേണ്ടത്? വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ കാലത്തെ ശപിച്ചുകൊണ്ട് പഴിച്ചുകൊണ്ട് അസംതൃപ്തരായി ഇപ്പോഴുള്ള അനുഭവത്തെയും പഴിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാം. അല്ല എങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കി ക്രിസ്തുവിനെ അറിയുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച് ഇനിയും ക്രിസ്തുവിനെ മുഖാമുഖം കാണാനാവും എന്നുള്ള ആനന്ദത്തിൽ പ്രത്യാശയോടുകൂടി ജീവിക്കാം. അങ്ങനെ പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാം മറക്കാനും പൊറുക്കുവാനുമായിട്ടുള്ള കൃപ ദൈവം നൽകും. അവരുടെ ചുറ്റിലുമേക്ക് പ്രകാശം പരക്കും. അപ്പോൾ ചുറ്റുപാടുമുള്ളവരും അവരെ സ്നേഹിച്ചു തുടങ്ങും. നമുക്ക് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള വാർദ്ധക്യത്തിലെത്തിയവരെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ദൈവം അവരുടെ കൂടെയുണ്ടെന്നും ദൈവം അവരെ സംരക്ഷിക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്താം. അതോടൊപ്പം ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് പ്രസാദാത്മകമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വമുണ്ടാകട്ടെ.